സാധാരണഗതിയിൽ ദേവാലയത്തിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മുഴങ്ങിക്കേൾക്കാറുണ്ട്. പതിവ് പോലെ അന്നും ജെറുസലേം ദേവാലയത്തിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ മുഴങ്ങിക്കേട്ടു. പ്രവാചകനായ ശിമയോന് കൃത്യം മനസ്സിലാകുന്നുണ്ട് ഇത് രക്ഷകന്റെ കരച്ചിലാണ്. അതിന് കാരണം ആ കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ പ്രത്യേകതയല്ല, മറിച്ച് ആരുടെ കരങ്ങളിലാണ് ആ കുഞ്ഞ് എന്നതിനെ ആശ്രയിച്ചാണ്. പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ തൻ്റെ കരങ്ങളിൽ ചേർത്ത് പിടിച്ച് മാറോട് അണച്ചു വച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മഹത്വം കൊണ്ട് ലോകത്തിന് ക്രിസ്തുവിനെ കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാകുന്നു. നാമും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. കരങ്ങളിലാണ് ആ പരിശുദ്ധ കുർബാന ഏറ്റുവാങ്ങുന്നത്, എന്നിട്ട് നാവിൽ വയ്ക്കുന്നു. നമ്മളൊക്കെ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ കരങ്ങളിൽ ക്രിസ്തുവിനെ വഹിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മഹത്വം കൊണ്ട് ലോകത്തിന് ക്രിസ്തുവിനെ കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലായതുപോലെ നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ട് ക്രിസ്തുവിനെ രക്ഷകനാണെന്ന് ഈ ലോകത്തിന് മനസ്സിലാകണം. അത് ഈ ഭൂമിയുടെ അത്യാവശ്യമാണ്.